ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിങ് കറൻറ്റ് ഫീലിങ്സ് ആണ്. സോ നമ്മൾക്ക് ക്യുക്കായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ 3 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ലവ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, റെഡ് കളർ കാർഡാണ്. പൈൽ നമ്പർ 2 ലെറ്റിംഗ് ഗോ ഓഫ് സ്റ്റോറീസ്. നമ്പർ 34 ഗ്രീൻ കളർ കാർഡ്. ആൻഡ് നമ്പർ 3 ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിങ്. നമ്പർ 23 ആണ്. ഓക്കെ, സോ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഫസ്റ്റ് പൈൽ ലവ് ആൻഡ് പാർട്ട്ണർഷിപ്പ്, സെക്കൻഡ് പൈൽ ലെറ്റിംഗ് ഗോ ഓഫ് സ്റ്റോറീസ് ആൻഡ് ദ തേർഡ് പൈൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിങ്. 12, 34 ആൻഡ് 23 ആണ് നമ്പേഴ്സ്. സോ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കുക. ഓക്കെ, വളരെ സന്തോഷകരമായി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സമയം മാത്രം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ലവ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്? ഫസ്റ്റ് കാർഡ് ഇവിടെ പേജ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 7 ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ടൈം അനുവദിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കാം. ചിലരൊക്കെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൻ്റെ ലൈഫിൽ ഫുൾ ബിസിയാണ്, നിങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം മാറി ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരുമിച്ചൊരു ലൈഫ് എന്നീ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് കരിയർ വൈസ്, ജോബ് വൈസ് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് ഈ വ്യക്തിക്കുണ്ട്. ഒരു സ്റ്റെബിലിറ്റി, ലൈഫിൽ ഫുള്ളായിട്ടൊരു സ്റ്റെബിലിറ്റി എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് പോലും ഇത് റിസനേറ്റ് ആകും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും ആളിപ്പോൾ ചിന്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, ഒരു ഫാമിലി ആകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ ക്വീൻ ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് കാർഡ് അടുത്തതായിട്ട് ദ ഹെറോഫൻ, ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജിയെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇതിൽ ഇടപെട്ടിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ ഓവർകം ചെയ്ത് വരാനുള്ളൊരു എനർജി ഒരു പേഴ്സണ് എടുക്കണം എന്നൊരാഗ്രഹം, അതായത് അടുത്ത മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ഒരു കോണ്ടാക്ട് ചെയ്യണം, സംസാരിക്കണം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ വാക്ക് തർക്കം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് മാറ്റി ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ തമ്മിലും വഴക്കുണ്ടായിട്ടുണ്ട്. അതൊരു ലേഡി ഫിഗർ, ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണ് സ്പെഷ്യലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനാണ്, നിങ്ങളാണ് സിൻസിയറായിട്ട് നിന്നിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും, അത് ഈ വ്യക്തി അറ്റ് പ്രസൻറ്റ് മനസ്സിലാക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്.
ദ വേൾഡ് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇത് മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ, ആ വ്യക്തി വരുമോ, അങ്ങനെയുള്ള ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല, ആ വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു. ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് ഫീലാണ് ഈ ഒരു ഫസ്റ്റ് പൈലിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ എല്ലാം ഈ വ്യക്തി മനസ്സിലാക്കി തിരിച്ചു വരാൻ പോകുന്ന ഒരു പേഴ്സണെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മേ ബി ആ ഒരു പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ കുറച്ച് സമയം അനുവദിച്ചു കൊടുത്തപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങളെയും കൊണ്ട് ട്രാവൽ ചെയ്യണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു ബീച്ച് ഏരിയ, ഓക്കെ, വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കടൽ കടന്നൊരു യാത്ര ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നു. ഓക്കെ, and the last section, universe, angels, divine, first pile. ദ ഹൈ പ്രീസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഏസ് ഓഫ് വൺസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷൻ, ഒരു അഡിക്ഷൻ പോലെ ഈ വ്യക്തിക്ക് അറ്റ് പ്രസൻറ്റ് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക, ലാസ്റ്റ് സീൻ നോക്കുക. ഓക്കെ, നിങ്ങൾ എവിടെ എന്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഇത് റെസൊനേറ്റ് ആകാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷൻ ഉള്ളതായിട്ടും എന്തോ ഒരു എനർജി ഇങ്ങനെ പിടിച്ചടുപ്പിക്കുന്നതായിട്ടും ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ. അപ്പോൾ സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ലെറ്റിംഗ് ഗോ ഓഫ് സ്റ്റോറീസ്. ഓക്കെ, സറണ്ടറിങ് അറ്റാച്ച്മെൻറ്റ്സ്, റിലീസിങ് അൺകോൺഷ്യസ് പാറ്റേൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു അഡിക്ഷൻ പോലെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു അഡിക്ഷൻ പോലെയാണ് എന്നൊരു മെസ്സേജ് നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു അറ്റാച്ച്മെൻറ്റ് നല്ലതാണ്, ഇഷ്ടവും നല്ലതാണ്, പക്ഷേ അതൊരു അഡിക്ഷൻ, ഈ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഈ ഒരു സെക്കൻഡ് പൈലിലുള്ളവർക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ദ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. മൂവ് ഓൺ ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്കും മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആയിരിക്കാം. പക്ഷേ എത്രയൊക്കെ മൂവ് ഓൺ ചെയ്യാൻ നോക്കിയാലും ഈ കണക്ഷനിൽ തന്നെ വീണ്ടും വീണ്ടും വരുന്നതായിട്ടും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ വരുന്നതായിട്ടും, ഒരു റീകൺസിലേഷൻ സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ ആൻഡ് ഔട്ട് എനർജി ഭയങ്കരമായിട്ട് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നു. ഇവിടെ 2 ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും ഇതിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. നിങ്ങളെ ദൂരെ നിന്നും നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, മേ ബി ഒരുപാട് നിങ്ങളടുത്ത് സംസാരിക്കുമോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരക്കോ ഒന്നും അറ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ദൂരെ നിന്നും എല്ലാം വീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഹെൽത്ത് ഇഷ്യൂ, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ഈ ഒരു പേഴ്സണ് വരാനുള്ളൊരു ചാൻസ് അടുത്ത 4 days 4 weeksലൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനും ഈ പേഴ്സണിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. സെക്കൻഡ് പൈൽ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. കാര്യം ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ദ മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു സ്ട്രോങ് ഓറ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏജ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പേഴ്സൺ സൈഡിൽ നിന്നും അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാതിരിക്കുക. നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഏസ് ഓഫ് പെന്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ മാക്സിമം പോയാൽ ഒരു 1 year തന്നെ, ഓക്കെ, അത്രത്തോളം ഓറ പവറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 1 month 2 month ഒക്കെ എടുക്കുകയുള്ളൂ. ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ
വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്നത് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നു. മാക്സിമം 1 ഇയർ, അതിനപ്പുറത്തേക്ക് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. മാക്സിമം 1 ഇയർ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ തിരിച്ച് കിട്ടാനുള്ളൊരു ചാൻസ് ഈ ഒരു 1 ഇയറിൽ മാത്രമാണ്. ഓക്കെ, അതിനപ്പുറത്തോട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പേഴ്സണും നിങ്ങൾ അടുത്തേക്ക് വരണം എന്നൊരാഗ്രഹമുണ്ട്. ചെറിയ ചെറിയ ബ്ലോക്കേജ് ഈ ഒരു പൈലിൽ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ലോങ് ഡിസ്റ്റൻസ്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം. സോ അതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി മുന്നോട്ടേക്ക് പോകും തോറും ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് ഓപ്ഷൻസ് ആ പേഴ്സൺ ഉണ്ട്. മുന്നോട്ടേക്കും ഇപ്പോൾ ജോബ് വൈസ് ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് വന്നു ചേരുന്നതായിട്ടും ഒരു ഉയർച്ച ജീവിതത്തിൽ വരുന്നതായിട്ടും മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ക്യാഷ് വൈസ് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോബ് സ്റ്റേബിൾ അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു പ്രശ്നം സോൾവ് ആകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഭയങ്കര ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ ഒരു പേഴ്സണ് വരാൻ പോകുന്നു, ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വരാൻ പോകുന്നു. ഇവിടെ 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനും, ഫാമിലി തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് മാറിക്കിട്ടാനുമുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലിയൊക്കെ സമ്മതിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെ, മേ ബി അവർ എതിർത്ത് നിന്നിട്ടുണ്ടായിരിക്കാം, അത് മാറി ആ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പോകുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ബ്ലോക്കേജ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. എന്തായിരുന്നു ആ ഒരു ബ്ലോക്കേജ്, എന്തായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി, അതിൻ്റെ എനർജി കുറഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് മജീഷ്യൻ കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഫസ്റ്റ് തന്നെ മജീഷ്യൻ കാർഡ് കിട്ടി? ഇവിടെ ഓൾറെഡി തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്നൊരു സമയമാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാം. സമയം കളയാതിരിക്കുക. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ദ ഹാങ്ഡ് മാൻ ആണ്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസും ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ചാൻസും ഉണ്ട്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരിക്കണം. അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാതിരിക്കുക. ഭയങ്കര ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ എനർജി ഈ ഒരു സെക്കൻഡ് പൈൽ കുറഞ്ഞു കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ തേർഡ് പൈൽ. അപ്പോൾ തേർഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിങ്, ദ മാനിഫെസ്റ്റിംഗ് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദ ലോ ഓഫ് പ്രൈസ്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓറ പവർ ഉള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. മേ ബി സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. റെയിൻബോസ്, അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ടോക്സിക് അല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഒരു ലവ് ഓഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ വീണ്ടും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഭയങ്കര പോസിറ്റീവാണ്. ടെമ്പറൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക്, കിങ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു വെയിറ്റിംഗ് എനർജി അതിനൊരു ഫലം കാണുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഭയങ്കര ഈഗോ ഉള്ളൊരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളാണ് വലുത് എന്ന് മനസ്സിലാക്കുന്നൊരു സമയമാണ്. ഓക്കെ, ഫസ്റ്റേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു സ്പിരിച്വൽ വേയിൽ ഒരു മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ചേഞ്ചാണ് വരുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. ഓക്കെ, ടോക്സിക് കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോകും, ഒരു സെപ്പറേഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ പേർക്കും ഇതൊരു ടോക്സിക് അല്ല എന്ന് തന്നെ കാണിക്കുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അധികം സമയമില്ല, ഒരു ഡിവൈൻ ടൈം ആവാൻ പോകുന്നൊരവസ്ഥയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം യൂണിവേഴ്സിനടുത്ത്. നിങ്ങൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, തേർഡ് പൈൽ
നൈറ്റ് ഓഫ് കപ്സ് ആണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോൾ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. അതിനനുസരിച്ച് റിലേഷൻഷിപ്പിലും ഒരു മാറ്റം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. കിങ് ഓഫ് പെന്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക്, 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ലൈഫിൽ ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്. ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേയും കൂടി ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് ആൾക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ്. അത് തന്നെ വലിയൊരു മാറ്റമാണ്. ആളുടെ ലൈഫ് മാറാൻ പോകുന്നു, കുറച്ചും കൂടി ബെറ്റർ ആകാൻ പോകുന്നു. ഓൾറെഡി കുറച്ച് ക്യാഷ് റിലേറ്റഡ് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരിക്കാം, ജോബ് ഉണ്ടായിരിക്കാം, പക്ഷെ കുറേയും കൂടി ആൾ സമ്പാദിച്ച് ഒരു സ്റ്റെബിലിറ്റി ആൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരാൻ പോകുന്നു. അതിനുശേഷം ഒരു കല്യാണം കാര്യങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഈ വ്യക്തിക്കുള്ളതായിട്ടും ഓക്കെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ വേറൊരു വ്യക്തി മുഖേന നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു ചാൻസ്, മേ ബി കോമൺ ഫ്രണ്ട്സോ ഓക്കെ. സോ അങ്ങനൊരു ചാൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കല്യാണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. ഒരു 6 മാസത്തിലൊക്കെ ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ് ഓക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു മാറ്റമാണ് ഈ ഒരു തേർഡ് പൈലിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. തേർഡ് പൈലും അത് തന്നെയായിരുന്നു. സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, കറൻറ്റ് ഫീലിംഗ്സ്, തേർഡ് പൈൽ, 9 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെന്റിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ദ ടവർ കാർഡാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റിൽ അതിൻ്റെ ഒരു എനർജി ഇപ്പോഴും ചെറിയ രീതിയിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കടൽ കടന്നൊരു യാത്ര ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ കടൽ കടന്നൊരു യാത്ര അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അങ്ങനൊരു നിങ്ങളെപ്പറ്റി നല്ല ഇമേജാണ് ഈ വ്യക്തിക്കുള്ളത്. ഓക്കെ, ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൻ്റെ ഡൗൺ ആയിട്ട് നിന്നിട്ടുള്ള എല്ലാ അവസ്ഥയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതെല്ലാം തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു, ഓർക്കുന്നു, അതെല്ലാം മിസ് ചെയ്യുന്നു. ഭയങ്കര ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലും പല പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം മാറി വരുന്നൊരവസ്ഥയാണ്. അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ജോബിലൊരു മാറ്റമോ കുറച്ചും കൂടി ഒരു ഇൻകം അല്ലെങ്കിൽ പ്രൊമോഷൻ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ ഓക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മുന്നോട്ടേക്ക് നടക്കും. നേരിട്ട് കാണണം, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം. ഓക്കെ, സോ അതെല്ലാം മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് നടക്കുന്നൊരവസ്ഥയാണ്. ഒരു ഡിവൈൻ ടൈമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തോ അതിനനുസരിച്ചൊരു പോസിറ്റീവ് റിസൾട്ട് വന്നു ചേരാൻ പോകുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ ഭയങ്കര പോസിറ്റീവാണ്. അത്രയും ബ്ലാക്ക് മാജിക് ഉണ്ടായിട്ടും അതെല്ലാം മറികടന്ന് ഒന്നിക്കാൻ പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. ഒരു ലവ് ഓഫറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് തേർഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.